അല്ല ബോസേ, വിഷു കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയോ? ഏപ്രിലല്ലേ? അതന്നെ ഞാൻ ചോദിച്ചത്. ഏപ്രിലുള്ള വിഷുവിന് എന്തിനാ മാർച്ചിലേ പടക്കം പൊട്ടിക്കരുത്? അതല്ല ബാബു, ഏപ്രിലല്ലേ വവ്വാല് പരത്തുന്ന ഈ നിപ്പപ്പനി വരുന്നത്. അതിന് ഈ പഞ്ചായത്ത് നീറ്റൽ അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സമാധാനത്തോടെ ഇരിക്കാലോ. ഭയങ്കര തന്നെ. നാശങ്ങൾ എങ്ങോട്ടെങ്കിലും പോട്ടെ, സെപ്റ്റംബർ വരെ നിപ്പ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടല്ലേ ഈ മാർച്ചിൽ തന്നെ ഞാൻ ഈറ്റിങ്ങൾ ഓടിക്കുന്നത്. എനിക്ക് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്. എന്ത്? എൻ്റെ സഹോ, വവ്വാല് പേടിച്ച് കഴിഞ്ഞാൽ നിപ്പ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വവ്വാലുള്ള മരങ്ങൾ വെട്ടാനോ വവ്വാലിനെ പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കാനോ പാടില്ല. പേടിപ്പിച്ച് കഴിഞ്ഞാൽ വെട്ടികൾ പെട്ടെന്ന് കാഷ്ടിക്കും. കിട്ടിയല്ല പണി. ആകെ ഇടങ്ങറായല്ല. സഹദേവേട്ടാ, തുടയ്ക്കരുത്. സഹദേവേട്ടാ, ഇതിങ്ങനെ വെറും കൈ കൊണ്ട് തുടയ്ക്കരുത്. കഴുകാൻ സൗകര്യമുള്ള സ്ഥലത്ത് പോയി വെള്ളവും സോപ്പും ഉപയോഗിച്ചിട്ട് നന്നായി കഴുകി കളയണം. ഇനി അതല്ലെങ്കിൽ വല്ല ടവലോ എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞ ശേഷം വീട്ടിൽ പോയിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകിയാലും മതി. സഹദേവേട്ടാ, ഈ പേടിച്ച് പറക്കുന്ന വവ്വാലിൻ്റെ കാഷ്ടത്തിലും ഉമിനീരിലൊക്കെ വൈറസിൻ്റെ അംശം കൂടുതലായിരിക്കും. അവ കഴിക്കുന്ന പഴങ്ങളിലൂടെ അത് നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും വവ്വാലുകളെ ഇങ്ങനെ പേടിച്ച് പറപ്പിക്കരുത്, കേട്ടല്ലോ? അവരെ പാട്ടിന് വിട്ടേക്ക്. അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയല്ലേ. അവകാശികളൊക്കെയാണ്, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ അവകാശം പോകുന്നില്ല. അതിനല്ലേ നമ്മൾ പ്രതിരോധിക്കണ്ടേ. പിന്നെ ഇത് ആരോഗ്യവകുപ്പിന്റെ പോസ്റ്ററാ. എന്താണ്? ബാബട്ടം പോണ വഴിക്ക് അങ്ങാടിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചേക്ക് കേട്ടോ. എന്നാ ശരി. എനിക്കിപ്പോൾ തന്നെയാ പണി. പിന്നെ ആരോഗ്യവകുപ്പിൽ എടുക്കേണ്ടി വരും. അതിജാഗ്രതയുടെ 6 മാസക്കാലം, ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ. വവ്വാലുകളെ ഉപദ്രവിക്കരുത്. വവ്വാലുകൾ ചേക്കേറിയ മരങ്ങൾ നശിപ്പിക്കരുത്. വവ്വാലോ മറ്റേതെങ്കിലും ജീവികളോ കടിച്ച പഴങ്ങൾ കഴിക്കരുത്. പഴങ്ങൾ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. പനിയുള്ളപ്പോഴും ആശുപത്രികളിലായിരിക്കുന്ന മുഴുവൻ സമയത്തും മാസ്ക് ധരിക്കുക. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിനു ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുന്നത് ശീലമാക്കുക. വീട്ടിലാർക്കെങ്കിലും പനിയോടൊപ്പം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ജന്നി, തീവ്രമായ തലവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ വൈദ്യസഹായം തേടുകയും ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചെയ്യുക.